ഈ ചാനൽ മറന്നിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു 6 മാസത്തെ ക്രിയേറ്റീവ് ബ്രേക്ക് ആയിരുന്നു. പ്രൊഫഷണൽസ് ഒക്കെ അങ്ങനെ പറയാറുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ അപ്ലോഡ് ബട്ടൺ എവിടെയാന്ന് മറന്നുപോയി. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വായ 2ലെ ചില ഹിഡൻ ഡീറ്റെയിൽസുമാണ്. സിനിമ കണ്ടവർ മാത്രം ഈ വീഡിയോ തുറന്നു കാണും. ഹാഷിറിന്റെ വാപ്പ മരിക്കുന്ന സീനിൽ ഒരാൾ പുറത്തു വന്ന് ഒരു വലിയ വായ വെട്ടുന്നതും അതിന്റെ സൈഡിൽ ഒരു പുതിയ തൈ ഉള്ളതും കാണിക്കുന്നുണ്ട്. ഇത് സിംബോളിക്കായി വാപ്പ മരിച്ചു, ഇനിയുള്ളത് ഹാഷിർ ആണ് എന്നാണ് കാണിക്കുന്നത്. അതേപോലെ ഹാഷിറിന് അനിയൻ ജനിക്കുമ്പോൾ അതേ സൈഡിൽ തന്നെ പുതിയൊരു തൈ കൂടെ വന്നതായി കാണാം. അലന്റെ അനിയത്തിയുടെ മുറി കാണിക്കുന്ന സീനിൽ ഒരുപാട് ബാർബി ഡോളുകൾ കാണാം. സോ അവൾ ഒരു ബാർബി ഹാർഡ് കോർ ഫാൻ തന്നെയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെ സിനിമയിലെ ഒരു രംഗത്ത് അവൾ ക്ലാസ് കട്ട് ചെയ്തു പോകുന്നത് ബാർബി ഡേ ഔട്ട് എന്ന സിനിമ കാണാനാണ്. അജിൻ ഒരു സീനിൽ സജിന്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് സജിൻ വാങ്ങുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പിന്നെ സജിൻ ദുബായിലേക്ക് പോകുമ്പോൾ പുതിയതായി ഒരു ഹെഡ്സെറ്റ് വാങ്ങുന്നുണ്ട്. അതിനുശേഷം പഴയ ഹെഡ്സെറ്റ് ഫുൾ ടൈം ആയിട്ട് അജിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അജിന്റെ അച്ഛനെ സിനിമയിൽ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളായാണ് കാണിക്കുന്നത്. പക്ഷേ ശ്രദ്ധിച്ചാൽ ഇതിനു മുൻപ് ഒരു സീനിൽ സൂപ്പർ മാർക്കറ്റ്, ഫാഷൻ ജ്വല്ലറി എന്നീ 2 ഷോപ്പുകൾ നടത്തുകയും അത് പൊട്ടിപ്പോവുകയും അതിനുശേഷമാണ് അയാൾക്ക് ഇത്രയും കടം വന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുജീബ് സാർ ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യുന്നവരെയും പ്രേമിക്കുന്നവരെയും പിടിക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സീനിൽ ഫോൺ മാത്രമല്ല, സിഗരറ്റ്, സിഗർലൈറ്റ്, കൂളിപ്പ് ഒക്കെ പിടിക്കുന്നതായും കാണാം. കുട്ടേട്ടൻ അവർക്കൊരു ബോട്ടിലാണ് ഡ്രഗ്സ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ കുട്ടേട്ടനെ ഫസ്റ്റ് കാണിക്കുന്ന സീനിൽ തന്നെ അതേ ബോട്ടിലിൽ നിന്ന് കുട്ടേട്ടൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും കാണാം. ഡ്രഗ്സും ഫൈറ്റും എല്ലാം കഴിഞ്ഞ് ഹാഷിർ ഇടുന്ന ഡ്രസ്സിലുള്ള ടെക്സ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം. 100% ഓർഗാനിക് ഹ്യൂമൻ ബീയിങ്. വിനായകൻ അലന്റെ ചേട്ടന്റെ കൂടെയാണ് പഠിച്ചിരുന്നത്. പിന്നെ +2 തോറ്റതെന്നും സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ ഫോർഷാഡോയിങ് പോലെ തന്നെ ലേറ്റർ വരുന്ന ഫൈറ്റ് സീനിൽ വിനായകൻ മാത്രം കളർ ഡ്രസ്സിലാണ് കാണിക്കുന്നത്. പിന്നെ എക്സാം എഴുതുന്ന സീനിൽ ശ്രദ്ധിച്ചാലും എല്ലാവരും യൂണിഫോമിൽ നിൽക്കുമ്പോൾ വിനായകൻ മാത്രം കളർ ഡ്രസ്സിലാണ്. ഇതിൽ ക്ലൈമാക്സിലാണ് കാണിക്കുന്നത് ഹാഷിറിനെ സഹായിക്കാൻ വായ 1ലെ ആൾക്കാരൊക്കെ വന്നിരുന്നു എന്നത്. എന്നാൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഹാഷിർ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അവരെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. സോ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഇതിലെ പാട്ടുകളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഹാഷിർ യൂസ് ചെയ്യുന്ന ഹാഷിറിന്റെ വീഡിയോസിലെ പല ഡയലോഗുമാണ് ഇതിലെ പാട്ടായി മാറിയത്. ഇത് ഹാഷിറിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം, എന്നാൽ ഹാഷിറിനെ അറിയാത്തവർക്കായാണ് ഇത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.